നമസ്കാരം. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയ ADGP MR അജിത് കുമാറിനെതിരായ SITയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്ന UDF സർക്കാരിന്റെ സമീപനത്തിനെതിരെ ജിൻഡോ ജോൺ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. സുദീർഘമായ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവസാന 3 പാരഗ്രാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. 21 ദിവസങ്ങളായി DGPയുടെ മേശപ്പുറത്തിരിക്കുന്ന ആ അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കപ്പെടാൻ വൈകുന്നത് മൂലം വെല്ലുവിളിച്ചത് മേൽപ്പറഞ്ഞ നീതിബോധത്തെയാണ്. മഴക്കാലമല്ലേ, ചിലപ്പോൾ പോലീസ് ആസ്ഥാനത്തെ മേശപ്പുറത്തിരുന്ന് പൂപ്പൽ വന്നിട്ടുണ്ടാവും ആ റിപ്പോർട്ടിന്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന നിമിഷം തന്നെ അതിലെ പൂപ്പലും പൊടിയും തട്ടി ചൂടുള്ള തീരുമാനങ്ങൾ എടുക്കണം സാർ. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലായി മാറിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ സർക്കാരിൻ്റെ മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൻ്റെ കൂടി കൊടുങ്കാറ്റാണ്. അതേ വേഗതയിൽ അജിത് കുമാർ എന്ന പോലീസിലെ ക്രിമിനൽ സിൻഡിക്കേറ്റ് ഡോണിനെ തൂത്തെറിയുന്ന നിലപാടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ നമ്മുടെ സമൂഹത്താൽ അത്രമേൽ സ്വീകരിക്കപ്പെടുന്ന ഒരു തീരുമാനമാകും അത്. പൗരബോധത്തെ വെല്ലുവിളിക്കുന്ന ഉഴപ്പന്മാരായ ഉദ്യോഗസ്ഥരല്ല ഈ സർക്കാരിനെ നയിക്കുന്നത്, ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതും കടന്നുവന്ന കനൽ വഴികളും ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ പറയുകയാണ്. നിയമസഭയിലിരിക്കുന്ന AD തോമസ് MLAയുടെ മുഖത്ത് നോക്കിയാൽ ഒരു നിമിഷം പോലും വൈകില്ല അജിത് കുമാറിനെതിരായ നടപടികൾ. പിണറായിക്ക് പിന്തുണ കൊടുത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും തികച്ചും കളങ്കിതനെന്ന് അടക്കം പറയുമ്പോൾ അയാൾക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു തരത്തിലുമുള്ള പ്രിവിലേജും പ്രൊട്ടക്ഷനും കിട്ടില്ലെന്നും വിശ്വാസമുണ്ട്. നിർബന്ധമായി നിയമോപദേശപ്രകാരം ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചു തന്നെ വേണം സർക്കാർ തീരുമാനം. എന്നാലും സാധാരണക്കാർക്ക് സംശയമുളവാക്കും വിധം ആ ഫയൽ അട്ടത്തു വെച്ചുകൊണ്ടുള്ള 3 ആഴ്ചക്കാലത്തെ DGP ആഫീസിൻ്റെ മെല്ലപ്പോക്ക് ചൂണ്ടിക്കാണിച്ച മാധ്യമ വിചാരണകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. സാധാരണ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും എതിർപക്ഷത്തുള്ളവർ നിരന്തരമുയർത്തുന്ന കുത്തുവാക്കുകൾക്കും മറുപടി കിട്ടുന്നില്ല. ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന, റിപ്പോർട്ട് തിരുത്തികൾ, ചട്ടലംഘനം, വിശ്വാസവഞ്ചന, ഭരണഘടനാവകാശ ലംഘനം തുടങ്ങിയ ക്രിമിനൽ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട ഗുരുതര പ്രശ്നത്തിൽ ഇനിയും വ്യക്തത വരാത്ത ഉന്നത ആസ്ഥാന ഏമാന്മാർക്ക് BNSൻ്റെയും ഭരണഘടനയുടെയും ട്യൂഷൻ ക്ലാസ് ഏർപ്പാടാക്കണം. പിണറായിസ്റ്റുകളുടെ ഷാഡോ ഭരണം പോലീസിലുണ്ടായെന്ന മുറുമുറുപ്പുകൾ പോലും തുടച്ചു നീക്കപ്പെടണം. പിണറായി കാലത്തെ നരവേട്ടയ്ക്കും നായാട്ടിനും നേതൃത്വം കൊടുത്ത കില്ലർ സ്ക്വാഡ് കിങ്ങിൻ്റെ വിചാരണയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ തെരുവിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്കുള്ള പാരിതോഷികം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഒരു തരിമ്പെങ്കിലും പ്രതിബദ്ധത PD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസ് പ്രവർത്തകരോടും ഉണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ MR അജിത് കുമാറിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുക. താങ്ക് യു.